രാജാവാണെങ്കിൽ അവിടുത്തെ ഓഫീസിലെ പുരോഹിതന്മാരൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നതും ഈ വരൾച്ചയായതുകൊണ്ട് ഇവരൊരു പൂജ നടത്താറുണ്ട്. ആ പൂജയിൽ ഇപ്രാവശ്യം രാജാവിനോട് പങ്കെടുക്കേണ്ട എന്നാണ് വൈസ് പ്രീമിയറായ കിംച പറയുന്നത് കേട്ടോ. അതിനുശേഷം ലിയൂള് അച്ഛനെ കാണാൻ വരുന്ന ടൈമിൽ ഇപ്രാവശ്യം നടക്കുന്ന പൂജയ്ക്ക് എനിക്ക് പകരം നീ അവിടെ പോകണമെന്ന് അച്ഛൻ പറയുമ്പോൾ ലിയൂളിന് അത് ഒട്ടും ഇഷ്ടമാകുന്നില്ല. ഞാനിത് അറ്റൻഡ് ചെയ്യില്ല, കാരണം എനിക്കിപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ സോൾവ് ചെയ്യേണ്ടതുണ്ടെന്നാണ് ലിയൂൾ അവിടെ പറയുന്നത്. ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ ഇവിടെ വരൾച്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഓരോ ദിവസം ഓരോ കംപ്ലൈൻ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്, അതിലും വലിയ എന്ത് പ്രശ്നമാണ് നിനക്കുള്ളതെന്ന് അച്ഛൻ അവിടെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലിയൂളിന് ആകെ ഹേർട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഞാൻ ഈ നാട്ടിലെ രാജകുമാരനാണ് എന്നതിനപ്പുറം ഞാൻ നിങ്ങളുടെ മകനാണ്, ആ ഒരു തരത്തിലെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ് നിനക്കുള്ളതെന്ന് ചോദിച്ചൂടെ എന്ന് നമ്മുടെ ലിയൂൾ അവിടെ പറയുന്ന ടൈമിൽ ശരി നീ പറ, നിനക്ക് എന്ത് പ്രോബ്ലം ഉള്ളതെന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിൻസ് ആണെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, എന്തായാലും ഇനി അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഒരു പുച്ഛത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇവൻ അച്ഛനെ നോക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന കിങ് ആണെങ്കിൽ നിൻ്റെ ഈ നോട്ടം തന്നെ ശരിയല്ല, 10 വർഷം മുന്നേയും നീ എന്നെ ഇങ്ങനെ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. ഞാൻ വേണമെന്ന് വെച്ചിട്ടാണ് അന്നത്തെ കിങ്ങിനെ കൊന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അന്നത്തെ കിങ്ങിനെ കൊന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ അവസാനം നമ്മളെ രണ്ടുപേരെയും കൊല്ലുമായിരുന്നു. ശരിക്കും ഞാൻ നമ്മുടെ ഫാമിലിയെ രക്ഷിക്കുകയാണ് ചെയ്തത്, ഞാനില്ലായിരുന്നുവെങ്കിൽ നിനക്കിവിടെ നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു എന്നൊക്കെ അച്ഛൻ പറയുന്ന ടൈമിൽ ലിയൂളാണെങ്കിൽ ഞാൻ എന്തായാലും ഈ പൂജയിൽ പങ്കെടുക്കാം, പക്ഷേ അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിന് നിങ്ങൾ അനുവദിക്കണം, അതുവരെ നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അന്ന് നൈറ്റിൽ ലിയൂളാണെങ്കിൽ പണ്ട് നമ്മുടെ ഹോങ്ഷിമ കൊടുത്ത ഒരു സ്കാർഫില്ലേ അതെടുത്തിട്ട് ഇവളെ പറ്റി ആലോചിക്കുന്നതും, നീ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം, അതുപോലെ എൻ്റെ മനസ്സ് പണ്ടത്തെ പോലെ ലൈറ്റ് ആവത്തുമില്ല, പക്ഷേ എന്നാലും നിനക്ക് വേണ്ടി ഞാൻ റിവെഞ്ച് ചെയ്യും, നിന്നെ ഉപദ്രവിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നതും. ഇതേ ടൈമിൽ നമ്മുടെ പ്രിൻസസ് ആണെങ്കിൽ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. താൻ പ്രഗ്നൻ്റ് ആണെന്ന് കിംചയോട് പറയുമ്പോൾ കുട്ടിയുടെ അച്ഛൻ പ്രിൻസ് അല്ലേ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ മൗനം പാലിക്കുന്നത് കണ്ട് നീ നമ്മുടെ കുടുംബത്തെ തന്നെ നശിപ്പിക്കാനാണ് ഉദ്ദേശം എന്നൊക്കെ ആളിവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിൻസസ് ആണെങ്കിൽ അച്ഛൻ പേടിക്കേണ്ട, അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇതുവരെ വന്നതെന്ന് എനിക്കറിയാം, എന്തായാലും ഇത് ഞാൻ സോൾവ് ആക്കിക്കോളാം, ഇനി ഇതിനു വേണ്ടിയിട്ട് രാജകുമാരനെ കൊല്ലേണ്ടി വന്നാലും ഞാൻ അത് ചെയ്തിരിക്കും എന്നാണ് ഇവൾ പറയുന്നത്. തിരിച്ചു പോകുന്ന പ്രിൻസസിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ അച്ഛൻ ആരാന്ന്. അപ്പം നമ്മുടെ പ്രിൻസസ് ആണെങ്കിലും ആരായാലും അടുത്ത രാജാവ്, അതായത് അടുത്ത യുവരാജാവ് എന്ന് പറയുന്നത് എൻ്റെ കുട്ടി തന്നെ ആയിരിക്കും എന്നാണ് ഇവൾ പറയുന്നത്. അതായത് ആളുടെ മോഹം എന്തായാലും കൊള്ളാം. പിന്നീട് പ്രിൻസസ് ആണെങ്കിൽ ഒരു കിഴിയിൽ അതിൽ പോയിസൺ ആയിരിക്കും, ഇതെന്തായാലും അവനെതിരെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് സ്റ്റാഫ് വരുന്നതും രാജകുമാരൻ അടുത്ത പൂജയ്ക്ക് പങ്കെടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന ഇവളാണെങ്കിൽ അപ്പം എന്തായാലും ഈ പോയിസൺ അവനെതിരെ ഉപയോഗിക്കേണ്ടി വരില്ല, എന്തായാലും എല്ലാം എൻ്റെ വഴിക്ക് വരുന്നുണ്ടെന്ന് ഇവളിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കിംചയാണെങ്കിൽ തൻ്റെ വിശ്വസ്തനായ ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് ഒരു മിഷൻ ഉണ്ട്, അതായത് പ്രിൻസിനെ കൊല്ലണമെന്ന് പറയുമ്പോൾ എവിടെ വെച്ചെന്നാണ് ഈ സ്റ്റാഫ് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ കിംച അവിടെ ചോദിക്കുന്നുണ്ട് എന്തിനാ കൊല്ലുന്നത് എന്ന് പോലും നീ ചോദിക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇയാളാണെങ്കിൽ എനിക്കതിൻ്റെ റീസൺ അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറയുന്ന ജോലി എനിക്ക് ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, പക്ഷേ ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾ എനിക്ക് പ്രോമിസ് തരണം എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് പ്രോമിസാണെന്നൊന്നും പറയുന്നില്ല. കിംചയുടെ ഈ സ്റ്റാഫ് തന്നെയാണ് നേരത്തെ ലേഡി ഫിസിഷ്യനെ കൊന്നതും ലിയൂളായിട്ട് ഫൈറ്റ് ഉണ്ടായതും അവനെ തട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇയാൾ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിമിനെയാണ് കാണിക്കുന്നത്. അതായത് അച്ഛൻ പെട്ടെന്ന് എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നതും എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നുണ്ട്, എന്തായാലും എനിക്ക് നല്ല പേടിയാകുന്നുണ്ടെന്നൊക്കെ പറയുന്ന ടൈമിലാണ് നേരത്തെ ആ കോടതിയിൽ ഒരു നോബിൾമാനെ കാണിച്ചില്ലേ, ആളും ആളുടെ സ്റ്റാഫും കൂടി ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഒരുപാട് വരൾച്ചയല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ കുക്കീസും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഹോങ്ഷിമിനും അച്ഛനും നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ ഞങ്ങളിത് നൈബേഴ്സിനൊക്കെ കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾക്ക് പ്രത്യേകം കൊണ്ടുവന്നതാ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇയാൾ കുറച്ച് വെള്ളം ചോദിക്കുകയാണ്. അപ്പോൾ ഹോങ്ഷിമിൻ്റെ അച്ഛൻ വെള്ളം എടുക്കാൻ പോകുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ കുറച്ച് പഞ്ചാരയോട് കൂടിയിട്ടാണ് കേട്ടോ ഹോങ്ഷിമിനോട് സംസാരിക്കുന്നത്. ഇതെന്താ ഈ പച്ചില എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവൾ പറയുന്നുണ്ട് ഇത് ഔഷധ ചെടികളാണ്, ഉണക്കാൻ ആവശ്യമുള്ളതാണെന്ന്. അപ്പോൾ ഇയാളാണെങ്കിൽ എന്നൊരു കാര്യം ചെയ്യും, എല്ലാം എനിക്ക് തന്നേക്ക്, ഞാൻ ക്യാഷ് തരാമെന്ന് പറയുമ്പോൾ ഇത് ഇതുവരെ ഉണങ്ങിയിട്ടില്ലെന്ന് ഇവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നോബിൾമാൻ ആണെങ്കിൽ എന്നൊരു കാര്യം ചെയ്യും, ഇതെല്ലാം ഉണക്കിയിട്ട് നാളെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേക്ക്, ഞാൻ പൈസ തരാമെന്ന് പറയുന്നതും അതിനുശേഷം അവിടെ നിന്നും പോവാണ് കേട്ടോ. അപ്പോൾ ഇയാളുടെ ഈ പെരുമാറ്റമൊന്നും ഇവൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ലിയൂളും ദോങ്ജു ആണെങ്കിൽ ഒരു ഹൈക്കിങ്ങിന് വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരൊരു മലയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ലിയൂള് പറയുന്നുണ്ട് അച്ഛന് ഒരുപാട് ടെൻഷനുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ദോങ്ജു ആണെങ്കിലും ഇതുപോലെ സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ലിയൂളാണെങ്കിൽ നീ ഒരുപാട് സീരിയസ് ആവുന്നുണ്ട്, നിനക്ക് പണ്ടത്തെ നിന്റെ ഫ്രണ്ടിനോടെന്ന പോലെ എന്നോട് സംസാരിച്ചൂടെ, നീ എന്നെ ഒരുപാട് അസ്വസ്ഥനാക്കുന്നു എന്ന് പറയുമ്പോൾ ദോങ്ജുക്ക് ചിരിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാം, തിരിച്ച് കൊട്ടാരത്തിലെത്തുമ്പോൾ നമ്മൾ ആ ബന്ധത്തിലേക്ക് അങ്ങ്
ചുരുങ്ങി പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന ടൈമിൽ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഇവരെ ആക്രമിക്കാൻ നോക്കുകയാണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് കിംച ഏൽപ്പിച്ച ആൾക്കാരായിരിക്കും. ഇവരാണെങ്കിൽ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിയൂളാണെങ്കിൽ ദോങ്ജോനോട് രക്ഷപ്പെടാൻ പറയുന്ന ടൈമിൽ എൻ്റെ ഡ്യൂട്ടി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യലാണെന്ന് ദോങ്ജോ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ലിയൂളാണെങ്കിൽ നീ ഇനി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നീ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ടൈമിൽ നമ്മുടെ ദോങ്ജോ ആണെങ്കിൽ ആളുടെ വാളെടുത്തിട്ട് ലിയൂളിന് നേരെ വീശുന്നുണ്ട് കേട്ടോ. അതായത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും രണ്ടു വഴിക്ക് ഓടുന്നതും ഈ ആക്രമിക്കാൻ വന്ന ആളുകൾ ഈ രാജാവിൻ്റെ വേഷമൊക്കെ ഇട്ടിട്ടുള്ള ലിയൂളിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. പക്ഷെ അത് ആക്ച്വലി ലിയൂൾ ആയിരിക്കില്ല. അതായത് ഇവർ വേഷം മാറിയിട്ടുണ്ടായിരിക്കും. ദോങ്ജോ പറഞ്ഞിട്ടാണ് ലിയൂൾ അങ്ങനെ ചെയ്യുന്നത്. ദോങ്ജോൻ്റെ വേഷമിട്ട ലിയൂൾ ആണെങ്കിൽ എവിടെയോ തട്ടി തടഞ്ഞ് വീഴുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജാവിൻ്റെ വേഷമിട്ട അതായത് ദോങ്ജോ ഒരു മലയുടെ മുകളിൽ എത്തുന്ന സമയത്ത് വഴി അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നാലെ വന്ന ആളുകൾ അമ്പ് ചെയ്ത് ആളെ അങ്ങ് വീഴ്ത്തുന്നുണ്ട്. ഇവനാണെങ്കിൽ നേരെ താഴത്ത് ഒരു തോടായിരിക്കും അവിടെ വീഴുകയാണ്. സ്വാഭാവികമായിട്ടും ലിയൂളിൻ്റെ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാജകുമാരി മരിച്ചു എന്ന് ഉറപ്പുവരുത്തി ഇവർ അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമിൻ്റെ അച്ഛനാണെങ്കിൽ ജോലിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരിക്കെ ഇതുപോലെ ഒരു മലയുടെ മുകളിലായിരിക്കും കേട്ടോ. ആൾക്ക് പെട്ടെന്ന് വയറിനൊരു പ്രശ്നം തോന്നി ടോയ്ലറ്റിൽ പോകുന്ന ടൈമിൽ ആ പറമ്പിൽ തന്നെയാണ് പോകുന്നത് ആൾ കാര്യം സാധിക്കുന്നത്. ആ ടൈമിൽ അവിടെ ബോധം കെട്ടുകിടക്കുന്ന ലിയൂളിനെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ തന്നെ അക്രമം നടന്ന സ്ഥലത്തെ ഒരു ഭടന് ബോധം വരികയും അയാൾ ഉടനെ തന്നെ കൊട്ടാരത്തിലെത്തി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന രാജാവിന് ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് രാജകുമാരനെ കണ്ടെത്തണമെന്നും ഇത് ചെയ്ത ആൾക്കാരെ തുണ്ടം തുണ്ടായിട്ട് കൊല്ലണം എന്നൊക്കെ അവിടെ അങ്ങ് ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ കിംചയാണെങ്കിൽ ഒരിക്കലും ഇത് പുറത്തറിയരുതെന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി ആൾക്കാർ വരൾച്ച കാരണം ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അവരാകെ അസ്വസ്ഥരാണ്. അതിൻ്റെ ഇടയിൽ രാജകുമാരന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അവരൊന്നുകൂടി അസ്വസ്ഥരാവുകയുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് രാജാവ് ചോദിക്കുന്ന ടൈമിൽ കിംച പറയുന്നത് മറ്റാരും അറിയാതെ ആളെ സെർച്ച് ചെയ്യണം എന്നാണ്. അതായത് ഇതുവരെ ആൾ തിരിച്ചെത്തിയിട്ടില്ല, ആളുടെ ബോഡിയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് രാജകുമാരൻ അവിടെ മരിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്ന് കിംച പറയുന്നുണ്ട് കേട്ടോ. ആളുടെ ഉദ്ദേശം വേറെയാണ്. അപ്പോൾ രാജാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, എല്ലാ പടയാളികളെയും കൂട്ടിയിട്ട് രാജകുമാരനെ സെർച്ച് ചെയ്യാനും അതിൻ്റെ നേതൃത്വം കിംചയോട് വഹിക്കാനും പറയുന്നുണ്ട്. ബെസ്റ്റ് കള്ളൻ്റെ കയ്യിൽ താക്കോല് കൊടുക്കുന്നത് പോലെയാണ്. പക്ഷെ രാജാവിന് ഇതൊന്നും അറിയത്തില്ലല്ലോ. പ്രിൻസസ് ആണെങ്കിൽ അവൻ ഒരിക്കലും തിരിച്ചു വരരുത്, ഇനി തിരിച്ചു വരികയാണെങ്കിൽ തന്നെ ഒരു ഡെഡ് ബോഡി ആയിട്ട് തിരിച്ചു വരണമെന്ന് സ്വയം പറയുന്നതും ഇതേ സമയം നമ്മുടെ രാജ്ഞിയാണെങ്കിൽ അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരരുതെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര പൂജയൊക്കെ ചെയ്യുന്നതുമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ ഹോങ്ഷിം ആണെങ്കിൽ ആ നോബിൾമാൻ പറഞ്ഞല്ലോ ഒരുപാട് ചെടികളൊക്കെ കൊണ്ടുവരണമെന്ന്, അപ്പം അതൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ. ആ സമയത്ത് ഇവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട് പൈസ എങ്ങാനും കിട്ടുകയാണെങ്കിൽ നീ എൻ്റെ കാര്യം മറക്കല്ലേ എന്ന്. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ അയാൾ ഒരുപാട് പൈസ തരികയാണെങ്കിൽ ഞാൻ നിൻ്റെ കാര്യം മറക്കൂ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം ഈ നോബിൾമാന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ 20 യാങ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളാണെങ്കിലും 20 യാങ്ങോ, ഞാൻ നിനക്ക് 2000 യാങ് തരാമെന്ന് പറയുന്നത് കേട്ട് ഇവളുടെ ബോധം ശരിക്കും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ നീ എൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഈ പൈസ ഇടുന്ന ആവശ്യം നിനക്കില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ശരിക്കും അവളുടെ ബോധം പോകുന്നത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഞാൻ നിങ്ങളുടെ 5ാമത്തെ ഭാര്യയായിട്ട് വരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഹോങ്ഷിം അവിടെ ചോദിക്കുന്ന ടൈമിൽ നിനക്കറിയില്ലേ രാജകുമാരൻ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നാളത്തോടെ അവസാനിക്കും. അതായത് നാളെ നിനക്കൊരാളെ കല്യാണം കഴിച്ചല്ലേ പറ്റൂ, ഇല്ലെങ്കിൽ നിന്റെ ഗതി അധോഗതിയായിരിക്കും, ഞാൻ ശരിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്ന ടൈമിൽ എന്തായാലും കിളവൻ്റെ പൂതി കൊള്ളാം. ഹോങ്ഷിം ആണെങ്കിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ഈ നോബിൾമാൻ ആണെങ്കിൽ പിന്നെ അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നാളെ അയാളൊന്നും തിരിച്ചു വന്നില്ലെങ്കിൽ നിന്നെ അവർ ചാട്ടവാറ് കൊണ്ട് നല്ല അടി അടിക്കും, അതിനേക്കാൾ ഭേദം നിനക്ക് എന്നെ അങ്ങ് കല്യാണം കഴിക്കുന്നതല്ലേ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇയാൾ അടുത്തടവെടുക്കുന്നുണ്ട്. അതായത് എന്തായാലും നീ ഹെർബലൊക്കെ കൊണ്ടുവന്നതല്ലേ, ഇന്ന് കാശ് പിടിച്ചു എന്ന് പറഞ്ഞ് ഇവൾക്ക് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയുകയാണ്. ഇവളാണെങ്കിൽ പാവം ഇതും കേട്ട് സ്റ്റോർ റൂമിൽ ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ പോകുന്ന ടൈമിൽ ഇവളെ പുറത്തു നിന്നും അങ്ങ് പൂട്ടുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ഒരുപാട് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ആര് തുറന്നു വിടുന്നു? നെക്സ്റ്റ് ഡേ ഇവർ വന്നിട്ട് ഇവളുടെ ഡോറൊക്കെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ നിന്റെ മനസ്സ് മാറിയോ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ആകെ ദേഷ്യം വന്ന് എനിക്ക് ഒരു മാറ്റം ഇല്ല എന്നവിടെ പറയുന്നുണ്ട്. ഹോങ്ഷിമിൻ്റെ അച്ഛനാണെങ്കിലോ മകൾക്ക് ഇതൊക്കെ സംഭവിച്ചു എന്നൊന്നും അറിയാതെ നമ്മുടെ ലിയൂളിന് മെഡിസിനൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവൻ ഏത് ഫാമിലിയിൽ നിന്നായിരിക്കും വരുന്നത്? എന്തായാലും കാണാൻ നല്ല സുന്ദരനാണ്, അവൻ്റെ മൂക്ക് കണ്ടില്ലേ, അവൻ്റെ ചുണ്ടുകൾ കണ്ടില്ലേ, എന്ത് സോഫ്റ്റാണ് ഫേസ് എന്നൊക്കെ പറയുന്ന ടൈമിൽ നമ്മുടെ ലിയൂളിന് ബോധം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനാണെങ്കിൽ താൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല, അല്ല എന്താ പറ്റിയേ, എവിടുന്നാ വരുന്നേ, തനിക്ക് സംസാരിക്കാനൊക്കെ പറ്റുമെന്ന് ചോദിക്കുന്ന ടൈമിൽ ലിയൂളാണെങ്കിൽ ഞാനിത് എവിടെയെന്ന് ചോദിക്കുന്നത് കേട്ട് അപ്പോൾ സംസാരിക്കാൻ പറ്റൂലേ, തനിക്ക് വിശക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഫുഡ് എടുത്തിട്ട് ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ കിട്ടിയത് കഴിക്കുകയാണ് ചെയ്യേണ്ടത്, ഇതെൻ്റെ ഇഷ്ടത്തിലുള്ളതല്ല എന്ന് പറയുന്നത് കേട്ട് അല്ല താൻ എന്തിനാ അവിടെ എത്തിയത്, താൻ ഏത് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ലിയൂളിൻ്റെ ബോധം മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹോങ്ഷിമിൻ്റെ അച്ഛനാണെങ്കിൽ ബെസ്റ്റ് തലയ്ക്കല്ലേ പരിക്കേറ്റിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ബോധം
ബോധമൊക്കെ പോയത്? ഇനിയിപ്പോൾ ഇവൻ മന്ദബുദ്ധി ആയിരിക്കുമോ എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഗുദൂൾ അങ്ങോട്ട് ഓടി വരുന്നതും ഹോങ്ഷിമിനെ കോടതിയിൽ വെച്ചിട്ട് നല്ല അടി അടിക്കുന്നുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റിൽ എന്ന് പറയുമ്പോഴാണ് അച്ഛൻ ആ കാര്യം ഓർക്കുന്നത് പോലും. അച്ഛനാണെങ്കിൽ ഉടനെ തന്നെ ഗുദൂളിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. പെട്ടെന്നാണ് അച്ഛനൊരു ഐഡിയ കത്തുന്നത് കേട്ടോ. ഇതേ ടൈമിൽ ആ കോടതിയിലാണെങ്കിലോ ഇവളെ കിടത്തിയിട്ട് ഒരു സ്റ്റിക്ക് കൊണ്ട് ബാക്കിലേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ 2-3 നോബിൾ മാൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നിനക്കിപ്പോൾ സമ്മതമാണോ കല്യാണം കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് ഒട്ടും സമ്മതമല്ല എന്ന് പറയുന്നത് കേട്ട് എന്ത് അഹങ്കാരി ഇവള് വീണ്ടും അടിച്ച് അങ്ങ് കൊല്ലുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും അടി തുടരുകയാണ്. ആ ടൈമിൽ വീണ്ടും ഇവർ ചോദിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഇയാൾ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിൽ നിനക്കതങ്ങ് ചെയ്താൽ പോരെയെന്ന്. അപ്പോൾ ഇവളാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അയാൾ വരാൻ പോകുന്നില്ല, നീ ഇന്നിവിടെ ചാവും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അടി തുടരുകയാണ്. ആ സമയത്താണ് അച്ഛൻ അങ്ങോട്ട് ഓടിയെത്തുന്നതും എൻ്റെ മകളെ ഒന്നും ചെയ്യരുത്, മിലിറ്ററി സർവീസിൽ നിന്നും വൂന്തൂക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അച്ഛൻ അടുത്ത നോണയായിട്ട് എത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഈ നോബിൾ മാന്. അപ്പം ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ വൂന്തൂക്കെ എന്ന് ഉറക്കെ വിളിക്കുന്ന ടൈമിൽ നമ്മുടെ ലിയോള് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അപ്പം ഇവൻ വരുന്നത് കണ്ട് എല്ലാവരും, എന്തിന് നമ്മുടെ ഹോങ്ഷിമ വരെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് 2 അവസാനിക്കുന്നത്.